ജനങ്ങളെ, ഡോക്ടർ ഹാരിസ് തോൽക്കാൻ പാടില്ല. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി. ജീവിതത്തിൽ ഇന്നുവരെ ഒരു കമ്മീഷനോ കട്ട്സോ ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല എന്ന് പരസ്യമായി തൻ്റെ ഇടത്തോടെ പറയുവാൻ ആണത്തം കാണിച്ചവൻ. ഇദ്ദേഹം കഴിഞ്ഞ മാസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെയോ സർക്കാർ ആശുപത്രിയിലെയോ വകുപ്പ് മേധാവികളോ ഡോക്ടർമാരോ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണങ്ങളില്ല, ആഭ്യന്തര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നൊന്നും പരസ്യമായി പറയുന്നതോ ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുന്നതോ നാം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, ഉപകരണങ്ങൾ കേടായെങ്കിൽ അവർക്ക് അത്രയും നല്ലതാണ്. കാരണം അത്രയ്ക്ക് കുറച്ച് രോഗികളെ മാത്രം നോക്കിയാൽ മതി, സർജറി കുറച്ച് ചെയ്താൽ മതി. ആ രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്തു വിട്ടാൽ അതിൻ്റെ കമ്മീഷനും കട്ട്സും കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഒന്നും ചെയ്തില്ലെങ്കിലും സർക്കാർ സംവിധാനത്തിൽ ശമ്പളം കൃത്യമായി കിട്ടും, ഇൻക്രിമെന്റും സമയാസമയം ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ സർക്കാർ സർവീസ്. ഒരു ഡോക്ടർ എത്ര രോഗികളെ OPയിൽ കണ്ടു, ഒരു മാസം എത്ര സർജറികൾ നടത്തി എന്ന വസ്തുതകൾ പരിശോധിച്ച് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് സാലറി ഒന്നുമല്ല ഇവിടെ നൽകുന്നത്. ഇവിടെയാണ് ഡോക്ടർ ഹാരിസ് വ്യത്യസ്തനാകുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ പോകുവാൻ പാങ്ങില്ലാതെ തൻ്റെ മുന്നിൽ വരുന്ന രോഗികളുടെ ആ ദൈന്യത അദ്ദേഹം എന്നും കാണുന്നതാണ്. മൂത്രാശയ സംബന്ധമായ, യൂറോളജി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ ആ വേദന, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. എത്രയും വേഗം സർജറികൾ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. വേദന കൊണ്ട് പുളയുന്ന അമ്മമാരെ, കുടുംബനാഥന്മാരെ, തങ്ങളുടെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വേദന കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞാണ് ഡോക്ടർ ഹാരിസ് തൻ്റെ വകുപ്പിലുള്ള ആ പോരായ്മകൾ, കുറവുകൾ അദ്ദേഹം വകുപ്പ് മേലധികാരികളെ സമയത്തറിയിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുകയും ചെയ്തത്. തൻ്റെ വകുപ്പിൽ അടിയന്തരമായി ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയെന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം രേഖാമൂലം പരാതി നൽകി, പലതവണ ഓർമ്മിപ്പിച്ചു. അവസാനം സഹികെട്ട് എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല എന്ന ചിന്തയോടെയാണ് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇട്ടത്. സിസ്റ്റത്തിന്റെ പാളിച്ചയെ ആത്മാർത്ഥതയുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടുന്ന ആരോഗ്യവകുപ്പും സർക്കാരും മെഡിക്കൽ കോളേജ് മേധാവികളും ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, ഇപ്പോൾ കള്ളനാക്കി മനസ്സുമടുപ്പിച്ച് പുറത്താക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മീഷനും കട്ട്സും മേടിച്ച് നക്കുന്ന നാറികൾക്ക്, തീവെട്ടിക്കൊള്ള നടത്തുന്നവർക്ക് നാണക്കേടായി പോലും അദ്ദേഹത്തിൻ്റെ ആ പരസ്യ പ്രസ്താവന എന്ന്. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പരസ്യപ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ ആ റിപ്പോർട്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവനയും ചട്ട ലംഘനമാണത്രേ. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച എല്ലാ പരാതികളിലും വസ്തുതയില്ലെന്നാണത്രേ സമിതി കണ്ടെത്തിയതെന്ന് ഹാരിസിന് അയച്ച നോട്ടീസിൽ സർക്കാർ വ്യക്തമാക്കുന്നു. തുടർന്ന് ഡോക്ടർ ഹാരിസ് ലീവിൽ പ്രവേശിച്ചു. മറുപടി നൽകുവാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. സർക്കാർ ജീവനക്കാർ എപ്പോഴും അടിമകളായിരിക്കണം പോലും. അവർ സിസ്റ്റത്തിന്റെ കുറ്റങ്ങളും കുറവുകളും പറയരുത്, കമ്പിളിപ്പുറപ്പിട്ട് മൂടണം എന്നാണത്രേ സർവീസ് ചട്ടം. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവായ വിജയൻ തനിക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഒരു അസുഖം വന്നപ്പോൾ ഭാര്യയെ അടക്കം കൂട്ടി ചികിത്സിക്കാൻ പോയത് എങ്ങോട്ടായിരുന്നു? നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കായിരുന്നു. അല്ല, അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ. എത്ര തവണ പോയി? പലവട്ടം. എത്ര ചിലവാക്കി? കോടികൾ. അത് കോരന്റെ അപ്പം കണ്ട വകയായിരുന്നു? അല്ല, ഖജനാവിലെ ജനങ്ങൾ നികുതിയായി നൽകിയ പണമെടുത്താണ് പോയത്. ആ പണത്തിന്റെ 100ൽ 1 അംശം മതിയായിരുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഉപകരണം വാങ്ങുവാൻ. 100 കണക്കിന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാവുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർ ഹാരിസിനെ പാഠം പഠിപ്പിക്കുവാനും കള്ളനാക്കാനും പുറത്താക്കാനും സർക്കാരും കളങ്കിതരായ കുറെ കള്ളന്മാരായ ഡോക്ടർമാരും അണിയറയിൽ വലിയ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജബാറിന്റെയും മെഡിക്കൽ സൂപ്രണ്ടിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്ക്രിപ്റ്റഡ് പത്രസമ്മേളനം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. കൃത്യമായ തിരക്കഥയനുസരിച്ച് 2 മണ്ടന്മാരെ ഇരുത്തി നടത്തിയ ആ പത്രസമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്ന്. പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരക്കഥയനുസരിച്ച് ജബാർ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കാതിരുന്നപ്പോൾ സൂപ്രണ്ടെന്ന സുനിൽകുമാർ എന്ന മണ്ടനെ ഫോണിൽ വിളിച്ച് അയാളോട് റിപ്പോർട്ട് മുഴുവനായി വായിക്കുവാൻ ജബാറിനോട് പറയണമെന്ന് പറഞ്ഞു.
ഭവ്യതയോടെ ആ സൂപ്രണ്ടന്റ് ഉറക്കെ റിപ്പോർട്ട് മുഴുവൻ വായിക്കുവാൻ നമ്മുടെ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പിന്നിൽ ഏതോ വലിയ ഒരു തീവട്ടി സാർ ഉണ്ടെന്ന്. അയാൾ ഇരുന്നതിനെ ഡയറക്റ്റ് ചെയ്യുകയാണെന്ന് അവരിപ്പോൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് ഡോക്ടർ ഹാരിസ് എന്ന വകുപ്പ് മേധാവി മനഃപൂർവ്വം മോസിലോസ്കോപ്പ്, നെഫ്രോസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ തൻ്റെ മുറിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും ഉപകരണമില്ലെന്ന് കളവ് പറയുകയും ആശുപത്രിയെയും സർക്കാരിനെയും അതുവഴി അപകീർത്തിപ്പെടുത്തുവാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുമാണ്. അത്തരത്തിലുള്ള ഒരു നാടകവും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ കള്ളത്തരങ്ങൾ തിരിച്ചറിയണം. മരുന്ന് പർച്ചേസ്, ഉപകരണ പർച്ചേസ് കമ്മീഷനൊക്കെ വെട്ടിത്തിന്നുന്ന, ഉപകരണങ്ങൾ കേടാക്കി അത് സമയത്ത് സർവീസ് ചെയ്യാതെ പുതിയവ വാങ്ങാതെ പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിട്ട് കമ്മീഷനും മാസപ്പടിയും അടിക്കുന്ന, മനുഷ്യരുടെ അവയവങ്ങൾ പോലും കച്ചവടമടിക്കുന്ന ഈ ശവന്തീനി നാറികൾ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ദൈവതുല്യരായ മനുഷ്യരെ തങ്ങളുടെ നിർബാധ കൊള്ളയ്ക്ക് തടസ്സം നിൽക്കുന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ തീർക്കുവാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള 10% താഴെയുള്ള ഡോക്ടർമാരും ജീവനക്കാരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിസ്റ്റം ഇന്നും ഇതുപോലെയെങ്കിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശവന്തീനി നായ്ക്കൾ അദ്ദേഹത്തെ വലിച്ചു കീറുവാൻ നാം അനുവദിച്ചുകൂടാ. ഡോക്ടർ ഹാരിസ് പരാജയപ്പെട്ടാൽ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പരാജയമാണ്. അതുണ്ടാകാൻ പാടില്ല. എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുക. എത്രയും വേഗം അദ്ദേഹം സർവീസിലേക്ക് തിരികെ വരണം. ആയിരക്കണക്കിന് ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും. മെഡിക്കൽ കോളേജിലെ കൊള്ളക്കാരന്മാർ നടത്തുന്ന ആ അന്വേഷണ പ്രഹസനം അവസാനിപ്പിച്ച് അവർ ഡോക്ടർ ഹാരിസിനോട് മാപ്പ് പറയണം. മെഡിക്കൽ കോളേജിലെ കാട്ടുകള്ളന്മാരുടെ സകല കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണം. IMA എന്ന മാഫിയയെ പൊളിച്ചെടുക്കണം. ജനങ്ങളെ, നിങ്ങൾ പ്രതികരിക്കുക. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അതിനും തയ്യാറാവുക. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് നിങ്ങൾക്കുള്ള പ്രതികരണം അറിയിക്കുവാനുള്ള വിഷയം ഇതാണ്. മാപ്പ് പറയേണ്ടുന്നത്, തിരുത്തേണ്ടുന്നത് സർക്കാരോ അതോ ഡോക്ടർ ഹാരിസോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുമല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം വേഗം അറിയിച്ചാട്ടെ. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടാം. i2a News, an eye for truth. i2a ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.